Welcome to Spark Tuitions. My name is Shaira Slithin. Today we are going to discuss about Chapter 1 GST Part 2 Problems. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൺലി 3 പ്രോബ്ലംസ്. ഈ 3 പ്രോബ്ലംസും നമ്മൾ ചെയ്യുന്നത് ടേബിൾ ടൈപ്പ് ആണ്. ടേബിൾ ടൈപ്പ് മീൻസ് നമുക്ക് ഡയറക്റ്റ് ഡാറ്റ തന്നിട്ടുണ്ടാവും. സെന്റൻസ് വായിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഡാറ്റ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈസി ആണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണ് തന്നിട്ടുള്ളത്, GST എന്താണ്, ഡിസ്കൗണ്ട് വാല്യൂ എന്താണ്. ഡിസ്കൗണ്ട് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഒരു 3 പ്രോബ്ലം മാത്രം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒന്നും ആവില്ല. നിങ്ങൾക്ക് അറിയാം, യു ഷുഡ് പ്രാക്ടീസ് മോർ പ്രോബ്ലംസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Find the amount of bill for the following intrastate transaction of goods. The rate of GST is 12%. Here, one point is very important. Intrastate transaction. What is intrastate transaction? Intrastate transaction means within the state. Okay, that means state in ഉള്ളിൽ തന്നെ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് GSTs ആണ് നമുക്ക് ഇവിടെ വരുന്നത്? CGST plus SGST. Okay, ഇത് രണ്ടുമാണ് നമുക്ക് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ വരുന്ന GST എന്ന് പറയുന്നത്. ആൻഡ് റേറ്റ് ഓഫ് GST is very clear, 12%. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. MRP വരുന്നത് 250 rupees. ഫസ്റ്റ് പ്രൊഡക്റ്റ് MRP 250 rupees. 30% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ 30% ഡിസ്കൗണ്ട് മീൻസ് രണ്ട് രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഒന്നാമത്തേത് 250 റുപ്പീസിന്റെ 30% കാണാം. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് വാല്യൂ നമ്മൾ 100ൽ നിന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടഡ് വാല്യൂ കിട്ടും. അതർവൈസ് വേറൊരു മെത്തേഡ്, അതാണ് ഏറ്റവും നല്ലത് ചെയ്യുന്നതിന്. കാരണം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കുറവാണ് അല്ലെ. ഒരു എമൗണ്ടിൽ നിന്ന് നമുക്ക് എത്രയെങ്കിലും ഒരു 10% or 20% or ഇത്രയും റുപ്പീസ് കുറഞ്ഞു കിട്ടുക, അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ചെയ്യേണ്ടത് 250 റുപ്പീസിന്റെ 30% കണ്ടുപിടിച്ച് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് 100 മൈനസ് 30 ചെയ്യാം. അതായത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 70%. ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ മതി? 70% ഓഫ് ദിസ് MRP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ടഡ് വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? 70% ഓഫ് 250 ഒരു MRP. സോ 250 into 70 ഓഫിന്റെ പ്ലേസിൽ into 2 എടുക്കാം. ഓക്കെ, 70 by 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 175 ആണ്. കറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാട്ടോ, ഒരു വാല്യൂ തെറ്റിപ്പോയാൽ എല്ലാം തെറ്റുന്നുണ്ട്. Then next problem, 200 rupeesന്റെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 40%. സോ നമ്മൾ എന്ത് ചെയ്യണം? 100 മൈനസ് 40 is equal to 60. എന്ത് ചെയ്യാം? 60% ഓഫ് MRP. So 60% of MRP 200. 200 into 60 by 100. എത്ര വരും നമുക്ക്? സിമ്പിൾ ആണല്ലേ. 20 into 6 is equal to 120 rupees. Next one, 150. 150 നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 32%. That means 100 minus 32. 100 minus 32 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരും? 62 ആണ്, 68 ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. സോ നമ്മൾ എന്താ ചെയ്യാ? 68% of 150. So 150 into 68 by 100. Then 15 into 68 ചെയ്ത് divided by 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ആൻസർ 102, അതായത് 102. ക്ലിയർ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് 300 റുപ്പീസിനാണ്. 300 റുപ്പീസ് കിട്ടുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. സോ എന്താ ചെയ്യാ? 20% മൈനസ് ചെയ്യാം. 100 മൈനസ് 20. This is equal to 80. So 80% of this 300. 80% of 300 rupees means 300 into 80 by 100. Zeros cut ചെയ്യുന്നു. 30 into 8, that's equal to 240. ക്ലിയർ ആണല്ലോ. ഇപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡിസ്കൗണ്ടഡ് വാല്യൂ ഓർ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ കാണുമ്പോൾ
175 plus 120 plus 102 plus 240 ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 637 rupees ആണ്. 637 rupees. ക്ലിയർ ആണല്ലോ. ഇനിയാണ് നമുക്ക് GST കാണേണ്ടത്. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്നും വിളിക്കാം. അതായത് കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് സെല്ലിംഗ് പ്രൈസ്, വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് കോസ്റ്റ് പ്രൈസ്. ക്ലിയർ ആണല്ലോ. നമുക്കിപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ SP എന്ന് പറയുന്നത് എത്ര കിട്ടി? 637 കിട്ടി. ഓക്കെ, ഷോപ്പ് കീപ്പർ ആൻഡ് കസ്റ്റമർ ഇവർ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഡിസ്കൗണ്ടഡ് വാല്യൂ ഓർ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഷോപ്പ് കീപ്പർ കസ്റ്റമർ എന്ന് പറയുന്നത് 637. ഇപ്പൊ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് എന്തായി മാറി? കോസ്റ്റ് പ്രൈസ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 637. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്, അതായത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. സോ നമുക്ക് വരുന്ന ടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ GST എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും? CGST ആൻഡ് SGST. ഇവിടെ നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനിൽ 12% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ CGST നമുക്ക് 12/2 6%ഉം SGST 6%. ഒരു കാര്യം കൂടി പറയട്ടെ, ക്വസ്റ്റ്യനിൽ CGST SGST സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് CGST കണ്ടുപിടിക്കാം. CGST is equal to the 6% of total selling price or total cost price. Okay, so SP ഇപ്പൊ നമുക്ക് വരുന്നത് 6/100 into SP വരുന്നത് 637 ആണ്. So 6/100 into 637 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 38.22 rupees. Okay, same as SGST. SGST ഇങ്ങനെ തന്നെ വരും, സെയിം അല്ലേ? 6% of പിന്നെ വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. 6% of this selling price or this cost price. 6/100 into 637 is equal to 38.22 rupees. Clear ആണല്ലോ. Then നമുക്ക് ഇനി കാണേണ്ടത് ടോട്ടൽ GST എത്ര വരുന്നു എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ GST കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ 38.22 ആഡ് ചെയ്യണം 2 times അല്ലേ? രണ്ട് SGST plus CGST ആണ് നമുക്ക് ടോട്ടൽ ബില്ല് വരാം, ടോട്ടൽ GST വരാം. സോ ടോട്ടൽ GST is equal to SGST plus CGST. 38.22 plus 38.22 is equal to 76.44. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Find the amount of bill, അതായത് included GST. നമുക്ക് ബില്ല് വരുന്നത് എപ്പോഴും നിങ്ങൾക്ക് അറിയാം included GST ആണ്. So total bill or net bill is equal to എന്ത് ചെയ്യണം? നമ്മുടെ SP plus എന്ത് കൂടെ ആഡ് ചെയ്യണം? GST. So here SP is equal to 637 plus GST is equal to 76.44. So നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 713.44 rupees. ഇതാണ് നമ്മുടെ ടോട്ടൽ ബില്ല് വരാം. ഇതൊരു മെത്തേഡ്. SGST CGST നമ്മൾ സെപ്പറേറ്റ് കണ്ടിട്ട് ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. ഇനി നമുക്ക് SGST CGST എന്ന് സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഡയറക്റ്റ് GST പെർസെന്റേജ് SP ൽ അപ്ലൈ ചെയ്യാം. സോ ടോട്ടൽ GST is equal to GST amount is equal to 637, അതായത് SP into that percentage 12/100 ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 637 into 12/100 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 637 into 12 ചെയ്യുന്ന സമയത്ത് 7644, അതായത് 7,644 rupees നമുക്ക് വരും. ഡിവൈഡഡ് ബൈ 100 76.44 rupees. നോക്കൂ, നമ്മൾ CGST SGST സെപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അതേപോലെ തന്നെ സെയിം GST ടോട്ടൽ GST കിട്ടിയത് 76.44. സോ ഒറ്റ സ്റ്റെപ്പിൽ മറ്റൊന്നും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത മെത്തേഡിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ 3 സ്റ്റെപ്സ് നമ്മൾ എഴുതുന്നിടത്ത് ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി അല്ലേ? ദെൻ ടോട്ടൽ ബിൽ
equal to 637 plus 76.44 rupees. Same 713.44 rupees. Clear ആണല്ലോ? ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം. ST CST സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് മെത്തേഡ് ആണ് കുറച്ചും കൂടി ഈസി ആയിട്ട് വരുന്നത്. Then next പ്രോബ്ലത്തിലേക്ക്. Second question. A dealer in Delhi supplied goods to a wholesaler in Agra as per the details given below. Find the total amount of bill. Here നമുക്ക് രണ്ട് പ്ലേസസ് ഉണ്ട്, ഡൽഹി ആൻഡ് ആഗ്ര. ഇന്റർസ്റ്റേറ്റ് ആണോ ഇൻട്രാസ്റ്റേറ്റ് ആണോ എന്ന് ആദ്യം അറിയണം. സോ ഇന്റർസ്റ്റേറ്റ് ആണെങ്കിൽ ഡിഫറെന്റ് സ്റ്റേറ്റ് ആയിരിക്കും. ഇവിടെ ഡൽഹിയും ആഗ്രയും ഡിഫറെന്റ് സ്റ്റേറ്റ് ആണ്. നമുക്ക് വരുന്നത് ആഗ്ര വരുന്നത് UP-യിലാണ് കേട്ടോ. പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ടേബിളിൽ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഇൻ ഡൽഹി 2100. അവിടെ നമുക്ക് GST വരുന്നത് 12%. ഡിസ്കൗണ്ട് എമൗണ്ട് ഇല്ല. അതുപോലെ തന്നെയാണ് സെക്കൻഡ് കേസിലും 3500 12% GST ആൻഡ് നമുക്ക് ഡിസ്കൗണ്ട് എമൗണ്ട് ഇല്ല. സോ ഡിസ്കൗണ്ട് എമൗണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്കൗണ്ടഡ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. സെല്ലിംഗ് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നെക്സ്റ്റ് വാല്യൂ 2200. ഇവിടെയും സെയിം GST പെർസെൻറ്റേജ് ആൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 25% ആണ് തന്നിട്ടുള്ളത്. നമുക്ക് 100 മൈനസ് 25 ചെയ്യാം. അപ്പോൾ 75 വരും. 75% ഓഫ് 2200 ഈക്വൽ ടു എന്ത് വരും? നമുക്ക് 2200 into 75/100. പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ വരുന്നത് 1650 rupees ആണ്. നെക്സ്റ്റ് വൺ ഇതുപോലെ തന്നെ വാല്യൂ വരുന്നത് 2850 rupeesന് 12% GST ആൻഡ് 30% ഡിസ്കൗണ്ട്. 30% ഡിസ്കൗണ്ട് ആകുമ്പോൾ 100 മൈനസ് 30 is equal to 70. So 70% of 2850. പോസ് ചെയ്യാ, ചെയ്ത് നോക്കാം. 2850 into 70/100 ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1995 rupees. നെക്സ്റ്റ് വൺ 3450 12% ആൻഡ് നമുക്ക് വരുന്ന പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 40% ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 100 മൈനസ് 40 is equal to 60. So 60% of 3450 is equal to 3450 into 60/100. ഇവിടെയും പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്തു നോക്കാട്ടോ. ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2070 ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ ഡിസ്കൗണ്ടഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഈ വാല്യൂസ് എല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കാട്ടോ. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 11,000. പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കണേ. 315 rupees. Then നമ്മൾ പറഞ്ഞു ഇവിടെ ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IGST ആണ്. IGST പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 12%. എല്ലാത്തിലും 12% ആണല്ലേ. അപ്പൊ ടോട്ടൽ നമുക്ക് ടോട്ടൽ എമൗണ്ടിന് നമുക്ക് 12% എടുക്കാം. 12% of total amount 11,315 ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്നത് 12/100 into 11,315. ആൻസർ കിട്ടുന്നത് 1,357.80 rupees. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് ബിൽ. ടോട്ടൽ എമൗണ്ട് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ എന്ത് കൂടി ചേർന്നതാണ്? GSTയും ദിസ് നെറ്റ് എമൗണ്ടും കൂടി ചേർന്ന്. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് ബിൽ ഇൻക്ലൂഡിംഗ് GST is equal to 11,350 plus 1,357.80
80. Add ചെയ്യുക. വാല്യൂ വരുന്നത് 12,672.80 rupees. ക്ലിയർ അല്ലേ? ഇത്രയാണ് കേട്ടോ സെക്കൻഡ് പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സ്റ്റേറ്റ്സ് തരുമയുള്ള സ്റ്റേറ്റ്സ് അല്ല പ്ലേസസ് ആയിട്ട് നമുക്ക് തരുമയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതുപോലെ GST എല്ലാത്തിനും 12% ആണ്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും കണ്ടുപിടിക്കേണ്ട വാല്യൂ ഇല്ല. GST സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ നെറ്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. Question number 3. Find the amount of bill for the following interstate transaction of goods or services. The GST is 18%. ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. സോ ടോട്ടൽ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് MRP റേറ്റും ക്വാണ്ടിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഒരു സ്റ്റെപ്പ് കൂടുതൽ നമുക്ക് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് 35 ആണ്. ആൻഡ് ഒരു ഐറ്റത്തിന് 420 rupees ആണ് വരുന്നത്. സോ നമുക്ക് 35 into 420 ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും നമുക്ക്. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കുക. 14,700 rupees. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് 47 ആണ്. നമ്മൾ 47 items ആണ് ഉള്ളത്. അതിന് ഒരു ഐറ്റത്തിന് വരുന്നത് 600 rupees ആണ്. സോ 47 into 600 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 28,200 rupees. നെക്സ്റ്റ് വൺ 20 items. 1 item rupees 350 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 20 into rupees 350 ചെയ്യുമ്പോൾ കിട്ടുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 7,000 rupees. Then ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഡിസ്കൗണ്ട് പെർസെന്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ 10% ആണ്, സെക്കൻഡ് കേസിലും 10%, തേർഡ് കേസിൽ 20%. നമുക്കറിയാം 10% ആണെങ്കിൽ 100 minus 10 ചെയ്യുക is equal to 90. Then this 90% of total cost. 90% of our cost എത്രയാണ് വരുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 14,700. That means നമ്മൾ ഇങ്ങനെ ചെയ്യും 90 by 100 into 14,700. Okay, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 13,230 rupees. നെക്സ്റ്റ് ഇതുപോലെ തന്നെ 90% തന്നെ വരും. സോ 90% of 28,200 rupees. So 90 by 100 into 28,200. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 25,380 rupees. നെക്സ്റ്റ് വൺ 20% ആണ് ഡിസ്കൗണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? 100 minus 20 is equal to 80. 80% of 7,000. Okay, 80 by 100 into 7,000 is equal to നമ്മുടെ വാല്യൂ വരുന്നത് 5,600. Then നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിന്റെ ടോട്ടൽ എമൗണ്ട് കിട്ടണം. ഒന്നും ചെയ്യാനില്ല, അല്ലെ? ആഡ് ചെയ്താൽ മതി. ടോട്ടൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3 വാല്യൂസ് കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 44,210 rupees ആണ് കേട്ടോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് എമൗണ്ട് ഓഫ് ബിൽ. അപ്പൊ ഇതിന്റെ കൂടെ ഈ ഒരു ടോട്ടൽ എമൗണ്ടിന് വേണ്ടി വരുന്ന GST നമുക്ക് കണ്ടുപിടിക്കണം. 18% അല്ലെ? GST നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്റർ സ്റ്റേറ്റ്. സോ IGST നമുക്ക് 18% ഓഫ് ടോട്ടൽ 18% ഓഫ് our എമൗണ്ട് എത്രയാണ്? ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 44,210 rupees. സോ നമ്മൾ 18 by 100 into 44,210. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 7,957.80 rupees. ഇത് നമ്മുടെ GST കേട്ടോ, IGST. ഇനി നമുക്ക് ടോട്ടൽ ബിൽ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഫൈൻഡ് എമൗണ്ട് ഓഫ് ബിൽ. എമൗണ്ട് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂഡിങ് GST അല്ലേ? സോ നമ്മുടെ ടോട്ടൽ എമൗണ്ട് 44,210 പ്ലസ് our GST 7,957.807 rupees. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 52,167.80 rupees
ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ് ഈ പ്രോബ്ലം. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. നമുക്ക് അത് എന്താണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് ഐറ്റം ഇൻറ്റു MRP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ക്ലിയർ അല്ലേ? മോർ ടൈപ്പ് പ്രോബ്ലംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.